എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഹൽവയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നന്നായി തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് പഴുത്ത വരിക്കച്ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഫൈൻ പേസ്റ്റാക്കി എടുക്കണമെന്നില്ല, കുറച്ച് കഷ്ണങ്ങൾ ഇടന്നാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ ഇതിനെ അരച്ചെടുക്കാം. ഇതിലിപ്പോൾ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. ഇനി ഹൽവ തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ ഇരുമ്പിൻ്റെ ഏതെങ്കിലും പാത്രം ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നോൺ സ്റ്റിക്ക് പാത്രം വേണം ഹൽവ തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ. ഇനി കാഷ്യൂനട്ട് വറുത്ത നെയ്യ് ബാക്കിയുള്ളതിലേക്ക് 2.5 കപ്പ് ചക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ ഇതുപോലെ തുടരെ ഇളക്കിയിട്ട് ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ച് കളയണം. ഹൽവ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത്രത്തോളം സമയം ഉള്ളപ്പോൾ വേണം നമ്മളിതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി റെഡിയാവാൻ. ഞാൻ എടുത്ത ചക്കച്ചുള കുറച്ച് കളർ കുറഞ്ഞ ചക്കച്ചുളയായിരുന്നു. അതാണ് ഇതിപ്പോൾ ഈ ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്. ഇതായിപ്പോൾ ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഇതേപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം ശർക്കര പാനിയും ചക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ വീണ്ടും തുടരെ ഇളക്കി കൊടുക്കാം. ചക്ക അരച്ചതും ശർക്കര പാനിയും കൂടെ അടുപ്പിൽ കിടന്ന് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് തിക്കായി വരും. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ നന്നായി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കൈയെടുക്കാതെ ഇതേപോലെ തുടരെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് തിക്കാവും. ആ ഒരു സമയം ആകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൽവ തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം 1/2 കപ്പോളം നെയ്യ് വേണ്ടി വരും. അപ്പോൾ പല തവണയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തുടരെ ഇളക്കും തോറും നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കാണ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും കുറച്ചുകൂടി തിക്കായി. ഈ ഒരു സമയമാകുമ്പോഴേക്കും വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയും കൈ എടുക്കാതെ തുടരെ ഇളക്കി കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യെല്ലാം ഇതിലേക്ക് പിടിച്ചതിന് ശേഷം ഹൽവ നന്നായി തയ്യാറായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയി പാത്രത്തിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് കിടക്കും. അപ്പോൾ ആ ഒരു പരുവാണ് ഹൽവ തയ്യാറായെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ 1/2 കപ്പ് നെയ്യ് പല തവണയായിട്ട് തിക്കായി വരുന്തോറും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വീണ്ടും കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തിക്കായി വരുന്തോറും ഹൽവ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വരും. ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായി പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് നെയ്യ് കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഹൽവ നന്നായി പാത്രത്തിൽ നിന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടി ചേർക്കുമ്പോൾ ആ തോലോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തോളൂ. അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കൈയെടുക്കാതെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി ഹൽവ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി എടുക്കുന്ന സൈസ് ഹൽവയല്ല, ഇത് കോരി കഴിക്കുന്ന ഹൽവയാണ്. കഥ കണ്ടില്ലേ, നെയ്യൊക്കെ നന്നായി വിട്ട് വന്ന് ഹൽവ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം.
ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഹൽവ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിങ്ങനെ പാത്രത്തിലേക്ക് ആക്കാതെ ചൂടോടുകൂടി തന്നെ വേണമെങ്കിലും കഴിക്കാം. അതല്ല പാത്രത്തിലേക്ക് ആക്കി ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കുറച്ചൊന്ന് സെറ്റായി വരുന്ന സമയത്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ പഴുത്ത ചക്കയുള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.